വഖഫ് ഭേദഗതി നിയമത്തിൽ വിശദമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് 7 ദിവസത്തെ സമയം അനുവദിച്ച് സുപ്രീം കോടതി. കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ തൽസ്ഥിതി തുടരണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. കേന്ദ്ര വഖഫ് കൗൺസിലേക്കും സംസ്ഥാന വഖഫ് ബോർഡുകളിലേക്കും മുസ്ലിങ്ങളല്ലാത്തവരെ നിയമിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞു. വിജ്ഞാപനത്തിലൂടെയോ രജിസ്ട്രേഷനിലൂടെയോ പ്രഖ്യാപിച്ച വഖഫ് ബൈ യൂസർ ഉൾപ്പെടെയുള്ള വഖഫ് സ്വത്തുക്കൾ അടുത്ത വാദം കേൾക്കൽ തീയതി വരെ ഡീനോട്ടിഫൈ ചെയ്യില്ലെന്നും സുപ്രീം കോടതിയെ കേന്ദ്രം അറിയിച്ചു. കേസ് അടുത്ത മാസം 5-നാണ് വീണ്ടും പരിഗണിക്കുക. ബൽറാം നെടുങ്ങാടിയും വിനിത വിജിയുമാണ് ചേരുന്നത്. ആദ്യം ബൽറാമിലേക്ക്. ബൽറാം, ഇന്നലെ നമ്മൾ കണ്ടതാണ് സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇന്നിങ്ങനെ ഒരു ഇടക്കാല ഉത്തരവിനുള്ള ഒരു സാധ്യത അത് ഉണ്ടെന്ന് കണ്ടിരുന്നു. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഇടക്കാല ഉത്തരവ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. പറയൂ ബൽറാം. സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഒരു ഇടക്കാല ഉത്തരവിലേക്ക് ഈ ഹർജികളുടെ വാദങ്ങൾക്ക് ശേഷം പോയതാണ്. ആ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇന്നും വാദം തുടരാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ വാദങ്ങൾക്ക് ശേഷം പ്രതീക്ഷിച്ചതിന് സമാനമായ ഒരു ഇടക്കാല ഉത്തരവ് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ ഇന്ന് ഈ കേസ് എടുത്ത ഉടൻ തന്നെ ഇത്തരത്തിൽ ഒരു നീക്കം നടപടി ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നതിനുള്ള ഇടപെടൽ തുഷാർ മേത്തയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പ്രത്യേകിച്ച് ഈ കോടതി നേരിട്ടോ അല്ലാതെയോ ഒരു സ്റ്റേ ഉദ്ദേശിക്കുന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നും അത് അപൂർവമാണ്, നടപ്പാക്കി കഴിഞ്ഞ ഒരു നിയമത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേ അപൂർവമാണ് എന്നും അദ്ദേഹം കോടതിയെ അറിയിക്കുകയായിരുന്നു. വിശാലമായ ചർച്ചകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു നിയമം കൊണ്ടുവന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കൂടാതെ സ്വകാര്യ സ്വത്തുക്കൾ പോലും വഖഫ് അവകാശപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ട് എന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. ഇത് ചൂണ്ടിക്കാണിച്ച ഘട്ടത്തിലാണ് ഒരു സ്റ്റേ, ചില നല്ല കാര്യങ്ങളും ഈ നിയമത്തിൽ ഉണ്ട് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഒരു നിയമത്തിനൊരു സ്റ്റേയിലേക്ക് സുപ്രീം കോടതി ഉദ്ദേശിക്കുന്നില്ല എന്നും കോടതി നിരീക്ഷിച്ചു. തുടർന്നാണ് കേന്ദ്രം ഈ വിഷയത്തിൽ സമയം തേടുകയായിരുന്നു. ചില പ്രാഥമികമായ കാര്യങ്ങൾ രേഖകൾ സഹിതം സമർപ്പിക്കുന്നതിനായി ഒരാഴ്ചത്തെ സമയം വേണം എന്നാണ് സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. തുടർന്നായിരുന്നു സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഒരു ഇടക്കാല ഉത്തരവിലേക്ക് പോയത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോടതി അടുത്ത ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് വരെ തൽസ്ഥിതി തുടരാനുള്ള ഒരു ഇടക്കാല ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിനിടെ ഈ കോടതി തീരുമാനമെടുക്കുന്നത് വരെ ഏതെങ്കിലും സംസ്ഥാനം എന്തെങ്കിലും നിയമനം ഈ വഖഫ് ബോർഡുകളിലോ കൗൺസിലുകളിലോ നടത്തിയാൽ അത് അസാധുവായിരിക്കും എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. കൂടാതെ കേന്ദ്രത്തിന് മറുപടി നൽകാൻ 7 ദിവസത്തെ സമയം അനുവദിച്ചു. അതിനുശേഷം 5 ദിവസത്തെ സമയമാണ് മറുപടി സത്യവാങ്മൂലം നൽകാൻ ഈ ഹർജിക്കാർക്ക് അനുവദിച്ചിരിക്കുന്നത്. അടുത്ത മെയ് 5-നായിരിക്കും സുപ്രീം കോടതി ഈ ഹർജികൾ വീണ്ടും പരിഗണിക്കുക. അതേസമയം അടുത്ത തവണ കേസ് പരിഗണിക്കുന്നത് നിർദ്ദേശങ്ങൾ നൽകാനോ ഒപ്പം തന്നെ ഈ ആവശ്യം ഒരു ഇടക്കാല ഉത്തരവ് ആവശ്യമെങ്കിൽ അത് പുറപ്പെടുവിക്കുന്നതിനോ ആയിരിക്കും എന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വ്യക്തമാക്കിയിട്ടുണ്ട്. ഹർജിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം തന്നെയാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇടക്കാല ഉത്തരവ് എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് പ്രധാനമായും ചൂണ്ടിക്കാണിച്ച 2 കാര്യങ്ങൾ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേന്ദ്രം തന്നെ ഉറപ്പു നൽകിയിരിക്കുന്നു. അത് ഉറപ്പാക്കിക്കൊണ്ടുള്ളതാണ് ഈ ഇടക്കാല ഉത്തരവ് എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം. ഒപ്പം തന്നെയാണ് ഈ അടുത്ത തവണ വാദം കേൾക്കുന്ന സമയത്ത് 5 റിട്ട് ഹർജികൾ മാത്രമേ പരിഗണിക്കാൻ കഴിയൂ എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം നിരവധി ഹർജികൾ ഇന്ന് പോലും പുതിയ ഹർജികൾ ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട കോടതിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട 5 ഹർജിക്കാർ മാത്രമായിരിക്കണം അടുത്ത തവണ കോടതിയിൽ എത്തേണ്ടത് എന്നും മറ്റ് ഹർജികൾ അപേക്ഷകളായോ അല്ലെങ്കിൽ തീർപ്പാക്കിയതായോ പരിഗണിക്കും എന്നുമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്രം, സംസ്ഥാനം, വഖഫ് ബോർഡുകൾ എന്നിവയ്ക്ക് 7 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം എന്ന നിർദ്ദേശവും സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. ശരി, ബൽറാം നെടുങ്ങാടിയോടൊപ്പം വിനീത വി ജി കൂടെ ചേരുകയാണ്. വിനീത, ഗുഡ് ഈവനിങ് അഗെയിൻ.
അപ്പോൾ ഇക്കാര്യത്തിലൊരു സ്റ്റേ ഉണ്ടായാൽ അതൊരു അപൂർവമായ നടപടിയായിരിക്കും. ഒപ്പം തന്നെ ഈ നിയമം വളരെയധികം പേർ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നുമാണല്ലോ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിയെ അറിയിച്ചത്. കോടതി ഇതെല്ലാം കേൾക്കുകയും കേന്ദ്രത്തിനും ഒരു ആശ്വാസമെന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഒരു 7 ദിവസത്തെ സമയം കൂടി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇനി അടുത്ത തവണ കോടതി വാദം കേൾക്കുമ്പോൾ ഇതിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു വശത്ത് ഹർജിക്കാർക്ക് ഒരു പരിധിവരെ ആശ്വാസം നൽകുന്നു, മറുവശത്ത് കേന്ദ്ര സർക്കാരിന് കുറച്ചുകൂടെ സമയം ലഭിക്കുന്നു. ഒപ്പം തന്നെ ഹർജിക്കാരുടെ ആവശ്യം കോടതി അതേപോലെ തന്നെ നിലനിർത്തുന്നു. ക്രിസ്tina, തീർച്ചയായും ഇന്നലെയും ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ ഇന്നലെ തന്നെ ഒരു ഇടക്കാല ഉത്തരവിലേക്ക് കോടതി പോകുമായിരുന്നു. പക്ഷേ അതേസമയം കൂടുതൽ വാദങ്ങൾ കേൾക്കണമെന്ന് കേന്ദ്രം ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ഇന്നുകൂടി ഈ കേസിന്മേൽ വാദങ്ങൾ കേൾക്കാമെന്ന് കോടതി സമ്മതിച്ചത്. തുടർന്ന് ഇന്ന് കേന്ദ്രത്തിന്റെ വാദമാണ് ആദ്യ ഘട്ടത്തിൽ കോടതി കേട്ടിട്ടുണ്ടായിരുന്നത്. ഇന്നലെയും ചില സംശയങ്ങൾ, ചില ആശങ്കകളൊക്കെ തന്നെ ഈ കേസുമായി, ഈ വഖഫുമായി ബന്ധപ്പെട്ട് കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും സമാനമായിട്ടുള്ള ചില ചോദ്യങ്ങൾ കോടതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കൂടുതൽ സമയം വേണമെന്നൊരു ആവശ്യമാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചത്. ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ 7 ദിവസത്തെ സമയം വേണമെന്നുള്ളതായിരുന്നു കേന്ദ്രത്തിന്റെ ആവശ്യം. ഈ സമയം കോടതി അനുവദിച്ചിരിക്കുകയാണ്. ഈ സമയം നൽകുമ്പോൾ കോടതി വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം, ഈ മറുപടി സമർപ്പിക്കാൻ കേന്ദ്രം 7 ദിവസത്തേക്ക് സമയം തേടി. ഈ സമയം അനുവദിച്ചു. അടുത്ത തവണ കേസ് പരിഗണിക്കും വരെ 2025 നിയമത്തിന് കീഴിലുള്ള ബോർഡുകളിലേക്കും കൗൺസിലുകളിലേക്കും ഒരു നിയമനവും നടക്കില്ലെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിജ്ഞാപനം വഴി പ്രഖ്യാപിച്ചതോ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതോ ആയ വഖഫ് ഉൾപ്പെടെയുള്ള വഖഫുകളുടെ സ്റ്റാറ്റസിൽ മാറ്റം വരുത്തില്ല എന്നും അത്തരത്തിലേക്കുള്ള മറ്റ് തുടർ നടപടികൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകില്ല എന്നും, അതായത് 7 ദിവസത്തേക്ക് മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കില്ല എന്നും കേന്ദ്രം ഉറപ്പ് നൽകിയിട്ടുണ്ട്. രേഖാമൂലം മറുപടി നൽകാനാണ് സുപ്രീം കോടതി കേന്ദ്രത്തിന് സമയം അനുവദിച്ചിട്ടുള്ളത്. അതുവരെ തൽസ്ഥിതി തുടരാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്താണെങ്കിലും ലീഗ് അല്പസമയം മുമ്പ് ഹാരിസ് ബിരാനൊക്കെ നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ സുപ്രീം കോടതിയുടെ ഒരു ഈ ഇടക്കാല ഉത്തരവ് എന്ന തരത്തിലുള്ള സുപ്രീം കോടതിയുടെ ഒരു നടപടി അത് വലിയ ആശ്വാസകരമെന്നാണ് ഹാരിസ് ബിരാൻ പറഞ്ഞത്. കൃത്യമായിട്ടുള്ള മറുപടികൾ നൽകാൻ കേന്ദ്രത്തിന് കഴിയാതെ പോയൊരു സാഹചര്യമാണ് നമുക്ക് സുപ്രീം കോടതിയിൽ കാണാൻ കഴിഞ്ഞതെന്നും ലീഗ് പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ആശങ്കകൾ ഇന്നലെയും കോടതി മുന്നോട്ട് വെച്ചതാണ്. പക്ഷെ അതിനൊന്നും കൃത്യമായ മറുപടി നൽകാൻ കേന്ദ്രത്തിന് കഴിഞ്ഞില്ല. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിലേക്ക് 7 ദിവസത്തേക്ക് കൂടി സമയം അനുവദിക്കണമെന്നൊരാവശ്യം കേന്ദ്രം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇങ്ങനെ 7 ദിവസം നൽകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് തുടർ നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നൊരു ആശങ്ക കോടതിക്ക് ഉണ്ടാകണം. അതുകൊണ്ടായിരിക്കാം പക്ഷെ ഒരു ദിവസം ഈ ഒരു തവണ ഇത്തരത്തേക്ക് ഈ 7 ദിവസത്തേക്ക് തൽസ്ഥിതി തുടരണമെന്നൊരു നിർദ്ദേശം കൂടി കോടതി വച്ചിരിക്കുന്നതെന്നാണ് ഹാരിസ് ബിരാൻ അടക്കം പറഞ്ഞത്. അസ്രുദ്ദീൻ ഒവൈസിയും അത്തരത്തിലേക്കൊരു പ്രതികരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. നിലവിൽ ഈ സുപ്രീം കോടതിയുടെ നടപടി ആശ്വാസകരമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ലീഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെയും വലിയ ചില ആശങ്കകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്വത്തുവകൾ അടക്കമുള്ള കാര്യങ്ങളിലായിരുന്നു കോടതി ഇത്തരത്തിലേക്കുള്ള ആശങ്കകൾ മുന്നോട്ട് വെച്ചത്. പൊതുവെ ഈ പാർലമെന്റ് പാസ്സാക്കുന്ന ഇത്തരം നടപടികൾ, ഇത്തരം നിയമങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്യാറില്ല എങ്കിൽ പോലും വഖഫിന്റെ കാര്യത്തിൽ അത് അങ്ങനെയല്ല എന്ന് കോടതി ഇന്നലെ സൂചിപ്പിച്ചതും ആണ്. അതുകൊണ്ട് തന്നെ ഇനി കേന്ദ്രം ഇതിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും കോടതി ഏത് തരത്തിൽ ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുക. ക്രിസ്റ്റീന.